എനിക്ക് തന്നെ അത്ഭുതം തോന്നിയൊരു കാര്യം, നമ്മളൊക്കെ മാരേജ് മാർക്കറ്റ് അല്ലെങ്കിൽ വെഡ്ഡിങ് സൈഡ് എന്ന് പറയുമ്പോൾ പുതിയ ഡ്രസ്സസ്, ജ്വല്ലറി, ആ ഒരു ബിസിനസ് സൈഡ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് മാറിയിട്ട് അതിൻ്റെ ഒരു റെന്റൽ ബിസിനസ്സിലേക്ക് വന്നു. സോ അത് ഹൈ സക്സസ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. പെരിന്തൽമണ്ണ, തൃശ്ശൂര്, തിരൂര്, കാലിക്കറ്റ് ഡിഫറെന്റ് ഷോറൂമുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജൈത്രയാത്ര തുടരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആദ്യം നിഹാൽ സാറിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ഐഡിയ എത്തിയത്? ഹൗ യു ഡെവലപ്പ് യുവർ ബിസിനസ് സർ? ഞാൻ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ സെക്കൻഡ് ടൈമാണ് ഈ കോളേജിൽ വരുന്നത്. ദെൻ അതിന് മുൻപ് ഞാൻ സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപായിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഗോൾഡൻ കപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിനെ അറിയുന്ന ആളുകൾ ഒന്ന് കൈവെക്കുമോ? താങ്ക് യു, മാഷാ അല്ലാ. ഓക്കെ, ഞാൻ ഒരുപാട് പ്രോഗ്രാമിന് പോകലുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സെക്കൻഡ് ടൈമാണ് ഈ ഒരു ബാഫക്കിലോട്ട് വരുന്നത്. അതിൻ്റെ മെയിൻ ഒരു കാരണം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഞാൻ ഒരുപാട് പ്രോഗ്രാമിൽ പോകാറുണ്ടെങ്കിലും എനിക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ബാഫക്കിൽ വരുമ്പോൾ എന്തോ പ്രത്യേക തരത്തിലുള്ളൊരു പോസിറ്റിവിറ്റിയും ഭയങ്കര ഒരു സ്വീകരണമാണ് കിട്ടിയത്. അത് ഒന്ന് നിങ്ങളൊക്കെ നല്ല മുഴുവൻ പെൺകുട്ടികളായതുകൊണ്ടായിരിക്കാം. കയ്യൂം സാർ ഇപ്രാവശ്യം വിളിച്ച സമയത്ത് തന്നെ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരുപാട് ആലോചിച്ചിരുന്നു പ്രോഗ്രാമിന് നമ്മൾ പങ്കെടുക്കണോ, സ്പോൺസർഷിപ്പ് കൊടുക്കണോ. ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടില്ല. സാറ് വിളിച്ചു, ഓക്കെ, അങ്ങനെയായിരുന്നു സംഭവം. ദെൻ ഞാൻ എൻ്റെ ബ്രാൻഡിനെ കുറിച്ച് പറയാം. ജ്വല്ലറി നിങ്ങൾക്കറിയാം, ഗോൾഡൻ കപ്പ് പ്രീമിയം ബ്രൈഡൽ ആൻഡ് ജ്വല്ലറി. നമ്മളിവിടെ നിയറസ്റ്റ് തിരൂരുണ്ട് നമുക്ക് ഔട്ട്ലെറ്റ്. തിരൂരാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും. നമുക്ക് കേരളത്തിൽ 9ഓളം ഔട്ട്ലെറ്റുകൾ നിലവിലുണ്ട്. 9 ഔട്ട്ലെറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ വിത്ത് ബ്ലിങ്ക് ഓഫ് ആൻ ഐ വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ഇത്തരത്തിൽ ഒരു പീക്ക് ബിസിനസ്സിലുണ്ടായത്. എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്? നമ്മൾ തൊട്ട് മുമ്പ് ഇവിടെ ബെസ്റ്റ് മാനേജർ കോമ്പറ്റീഷൻ നടക്കുകയുണ്ടായി. സോ ഇതൊരു റിയൽ ലൈഫ് സെനാരിയോയിലേക്ക് വരുമ്പോൾ ഈ 9 ബ്രാഞ്ചുകൾ എങ്ങനെയാണ് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഞാനിതിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വരുമ്പോൾ സാറിനുള്ളിൽ അറിയുന്നുണ്ട്, അന്ന് നമുക്ക് 3-4 ഔട്ട്ലെറ്റ് അന്നുള്ളായിരുന്നു. സോ ഒരു 2 ഇയർ കൊണ്ട് നമ്മൾ 9 ഔട്ട്ലെറ്റിലൂടെ ആവാൻ കാരണം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ആ ബിസിനസ്സിലൊരു ടീം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ടീം നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഒന്നും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് എന്താണോ കഴിവുള്ളത് നമ്മളെക്കാളും കൂടുതൽ കഴിവുള്ള ആളുകളെ നമ്മളെ ടീമിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഏതൊരു ബിസിനസ്സും നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് ഫർഹാന മാഡത്തിനോടാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു വെഡ്ഡിംഗ് ബിസിനസ് സെക്ടർ, അതിൽ തന്നെയാണ് ഫർഹാന മാഡം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്, അല്ലൂറ എന്ന് പറഞ്ഞ ബ്രാൻഡ്. സോ ഈ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാനും ആൻഡ് വൈ ദ നെയിം അല്ലൂറ? ഗുഡ് മോർണിംഗ് ബാഫ്കി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഭയങ്കര സന്തോഷമുണ്ട്. 2 വർഷം മുന്നേ ഈ ബാഫക്കിയിൽ ഞാനും നിയാൽക്ക് വന്ന ടൈമിൽ ഐ തിങ്ക് ഇത്ര ക്രൗഡ് ഉണ്ടായിരുന്നില്ല തോന്നുന്നു. അതേപോലെ ഈ ഒരു എനർജിയും അടിപൊളിയാണ് കേട്ടോ. നിങ്ങള് ഫുൾ ഗേൾസ് ആയതുകൊണ്ടാണ് അല്ലേ? ഓക്കെ, സാർ ചോദിച്ച ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യുകയാണെങ്കിൽ വൈ അല്ലൂറ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലൂറ നെയിം ഡിറൈവ് ചെയ്തതാണോ സാർ ചോദിക്കുന്നത്? അല്ലൂറ നെയിം ഡിറൈവ് ചെയ്തതിൽ വലിയ സ്റ്റോറി ഒന്നുമില്ല. അല്ലൂർ എന്ന് പറഞ്ഞാൽ ഷൈനിങ് എന്നാണ്. ലൈക്ക് അന്ന് ഒരു 6 ഇയേഴ്സ് ബാക്ക് നമ്മൾ ജസ്റ്റ് ഓൺലൈനിൽ പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ് അല്ലൂറ. അൽഹംദുലില്ലാഹ് ഇന്ന് എത്ര ബ്രാഞ്ചസ് വരുന്നുണ്ട്? ഇന്ന് നമുക്ക് 5 ബ്രാഞ്ചസ് ഉണ്ട്. ഇയർ ബൈ ഇയർ ഓരോ ബ്രാഞ്ച് വീതം. 6 ഇയേഴ്സ് മുമ്പ് ഓൺലൈനിൽ മാത്രമായിരുന്നൊരു ബിസിനസ്സിന് 5 വർഷം കൊണ്ട് 5 ബ്രാഞ്ചുകളിലേക്ക് മാറ്റി. ആ ഒരു സ്റ്റോറി. അതെ, ഇനി ഇതിലും ഫാസ്റ്റായിട്ട് ഇൻഷാല്ലാഹ് എക്സ്പാൻഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം. കറൻ്റ്ലി നമുക്ക് പെരിന്തൽമണ്ണ, കാലിക്കറ്റ്, കണ്ണൂർ, തിരൂര്, എടപ്പാള് 5 സ്റ്റോഴ്സ് ഉള്ളത്. ഞാൽക്ക ചോദിച്ച പോലെ തന്നെ അല്ലൂറ എത്ര പേര് കേട്ടിട്ടുണ്ട്, എത്ര പേർക്ക് അറിയാം നമ്മുടെ ബ്രാൻഡ്? ഓ മാഷാ അല്ലാഹ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അല്ലേ? താങ്ക് യു സോ മച്ച്. സ്റ്റോറിലൊക്കെ പോയിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ട്? നല്ല സർവീസ് ആയിരുന്നോ? എന്നാ മതി. ഓക്കെ, അപ്പോൾ അല്ലൂറിൻ്റെ നെയിം ഡെറൈവ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ലൈക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് തുടങ്ങിയതൊന്നും അല്ല. ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്, പ്രൊഫഷണലി ബിടെക് സിവിൽ എഞ്ചിനീയർ ആണ്.
അതിൽ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ഒരു തോട്ട് വന്നതാണ് വൈ വി കാൺ സ്റ്റാർട്ട് എ റെൻ്റൽ ബിസിനസ് എന്നുള്ളത്. കാരണം അന്നൊക്കെ വളരെ കൗണ്ടബിൾ ആയിട്ടുള്ള സ്റ്റോഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. കൗണ്ടബിൾ ആയിട്ടുള്ള സ്റ്റോഴ്സില്ല, നിയാൽക്ക മാത്രമേ ഉണ്ടായിരുന്നു അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അല്ലൂറ എന്നുള്ളൊരു. ഓക്കെ, ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഒരു സീറോ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമ്മൾ പരമ്പരാഗതമായി പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് എന്താണോ അതിൻ്റെ ഒരു പുതിയൊരു ടൈപ്പ് തുടങ്ങുക എന്നാണ് സാധാരണ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക. സോ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് തോട്ട് വന്നതുകൊണ്ടാണ് ഗോൾഡൻ കപ്പും അല്ലൂറയും ഇന്നിങ്ങനെ എത്തി നിൽക്കുന്നത്. ആ ഒരു തോട്ട് വരാനുള്ള ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞു ബിടെക് ആണ് അവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ബിടെക്കിൽ നിന്ന് മാറി ബിസിനസ്സിലേക്ക് എത്തിയ ജേണി. പലരും ഇവിടെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ ഒരു ആസ് എ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ ആ ജേണി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണോ, അതോ മാറി അവർക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകണമെങ്കിൽ വാട്ട് ഷുഡ് ദേ ഡു? ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പാഷനേറ്റ് ആയിട്ട് വന്നതല്ല ഈ റെൻ്റൽ ബിസിനസ് എന്നുള്ളതിൽ. ബട്ട് അതിലേക്ക് ഇൻവോൾവ് ചെയ്തപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു വലിയ ബ്രാൻഡ് ആക്കാനും അത് എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് നോക്കുന്നത്. ലൈക്ക് ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വെഡ്ഡിങ് തേർഡ് ഇയർ, അതായത് ബിടെക് തേർഡ് ഇയർ പഠിക്കുമ്പോഴാണ് കല്യാണം ഉണ്ടായത്. ആൻഡ് ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് ടു ബി ഹോണസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ആയിരുന്നു, ഇനി എംടെക്കിന് പോകണോ എന്താണ് എന്നുള്ളത്. ബിക്കോസ് നമ്മുടെ ഫാമിലി ഫുൾ ആർക്കിടെക്ചർ ഫാമിലിയാണ്. അപ്പോൾ ആ വഴി തന്നെ പോവാന്നുള്ളൊരു തോട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രീമിയം ഔട്ട്ഫിറ്റും ജ്വല്ലറിയും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ ഈ ചപ്പാത്തി കമ്പനി പോലെയുള്ള റെൻ്റൽ സ്റ്റോർ പോലെ അല്ല അന്ന് ഈ റെൻ്റൽ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലേ ഇല്ല. അപ്പോൾ ലൈക്ക് അത്രയും ഒരു പ്രീമിയം ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് കസ്റ്റമൈസ് ചെയ്തപ്പോൾ ഒരുപാട് എൻ്റെ റിലേറ്റീവ്സിലാണെങ്കിലും ഫ്രണ്ട്സിലാണ് ഫാമിലിക്കാണെങ്കിലും ഒരുപാട് പേര് അത് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാൻ ചോദിച്ച ടൈമിലാണ് എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് വന്നത്. ഇത് നമുക്ക് എന്തുകൊണ്ടെന്നാ റെൻ്റ് ഔട്ട് ചെയ്തുകൂടാ, ഇത് നമുക്കൊരു ബിസിനസ് ആക്കിക്കൂടാ എന്നുള്ള ആ ഒരു തോട്ടിലാണ് നമ്മൾ ഓൺലൈനിലൊരു അല്ലൂറ എന്നുള്ളൊരു ബ്രാൻഡ് നെയിമിൽ ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങുന്നതും 2 years കൊണ്ട് നമ്മളെ ഫസ്റ്റ് സ്റ്റോർ ഫ്രം പെരിന്തൽമണ്ണ ഓണാക്കുന്നതും. ഓക്കെ, മേക്കപ്പ് ബൈ റാഹില. നേരത്തെ പറഞ്ഞ ഒരു വെഡ്ഡിംഗ് സെഗ്മെന്റിലെ തന്നെ മറ്റൊരു ഓൺട്രപ്രണറാണ്. നിലവിൽ എങ്ങനെയാണ് ഈ ഒരു മേക്കപ്പ് ഒരു പ്രൊഫഷനാക്കി എടുക്കാമെന്ന്? സാധാരണയായിട്ട് മേക്കപ്പ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന ഒന്നാണ്, സെൽഫായിട്ട് ചെയ്യുന്നതാണ്. അതൊരു പ്രൊഫഷനായി എങ്ങനെയാണ് എടുത്തത് ആ ഒരു ജേണി? ഹലോ, ഐ എം റാഹില. അറിയോ? ഓക്കെ, ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്. ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ സ്റ്റേജിലൊക്കെ നിന്ന് സംസാരിക്കുന്നത്, അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. ഓക്കെ, ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്. കൊറോണ ടൈമിലായിരുന്നു ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല, ഒട്ടും ഫാഷനും അല്ലായിരുന്നു കേട്ടോ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിൽ. അങ്ങനെ കൊറോണ സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 6 years ആയി. ഓക്കെ, താങ്ക് യു. ഓക്കെ, വികൂൽ. നിലവിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഇതിനിടയിൽ നിങ്ങളിൽ മേക്കപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ബൈ പ്രൊഫഷൻ അല്ലെങ്കിൽ ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്ത് ഏൺ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്സ്. ഇല്ല. കഴിഞ്ഞ വർഷം നമുക്കൊരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു മേക്കപ്പ് ഒരു ഓൺട്രപ്രണറിയൽ സെഗ്മെന്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്കുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ബൈ പാഷൻ ആയിട്ടാണോ ഇത് ചെയ്തത്? എങ്ങനെയാണ് അവർക്കൊരു വേ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ? ഞാൻ ആക്ച്വലി കോഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല, സെൽഫായിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കോഴ്സ് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് നമ്മൾ 2 days മാസ്റ്റർ ക്ലാസ് പോലെ അങ്ങനെ സർട്ടിഫൈഡ് ആണ്. അപ്പം എനിക്കിപ്പോൾ കാര്യമായിട്ട് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു കഴിവനുസരിച്ച് സെൽഫ് ടോയ്റ്റായിട്ട് ഇറങ്ങിയതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ. എപ്പോഴും വുമൺ എംപവർമെന്റ് നമ്മൾ പറയാറുണ്ടെങ്കിലും ഇതിനെ നമ്മൾ പുറകിലേക്ക് വലിക്കുന്ന ഒരു കാര്യം ഫാമിലിയാണ് അല്ലേ? നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞാവട്ടെ, കുഞ്ഞിനൊരു വയസ്സാവട്ടെ, സ്കൂളൊക്കെ ഒന്ന് പോയി തുടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞാണ് സാധാരണയായിട്ട് എല്ലാവരും പുറകിലേക്ക് നിൽക്കാറുള്ളത്. എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്? ഓക്കെ, എനിക്കിപ്പോൾ 2 വയസ്സായൊരു മോനുണ്ട്. പക്ഷേ നമുക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ എവിടെ എത്താൻ പറ്റില്ല, ശരിയല്ലേ? എനിക്ക് കൂടുതൽ സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡാണ്.
ഹസ്ബൻഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്, അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. നമുക്ക് ഫാമിലി സപ്പോർട്ട് എന്തായാലും വേണം. Okay, same question to Farhana ma'am also. ഞാൻ ആ ക്വസ്റ്റ്യൻ സാർ എന്നോടും കൂടെ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്നിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഞാനും ഒരു മദറാണ്. എനിക്ക് 2 മക്കളാണ് ഉള്ളത്. വലിയ മോന് 5 വയസ്സ്. കണ്ടാ പറയൂല അല്ലേ 2 മക്കളുടെ ഉമ്മയാണെന്ന്. താങ്ക് യു. അത് സെപ്പറേറ്റ് ഒന്ന് വീഡിയോ എടുത്തോട്ടോ. ഓക്കെ, 5 വയസ്സായ മോനുണ്ട്. ആൻഡ് ചെറിയ മോന് 1 വയസ്സാണ്. അവനിതാ കാറിലുണ്ട്. ബ്രദറിൻലോ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കും ഈ ആസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോട് ഷെയർ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ യുണീക്ക് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ സാറ് ഫസ്റ്റ് പറഞ്ഞ പോലെ ഇതുപോലെ ഒരു സ്റ്റേജിൽ, ഒരു ഡയസിൽ ഇത്രയും സ്റ്റുഡൻസിൻ്റെ മുന്നിലൊക്കെ വന്നിരുന്ന് സംസാരിക്കാനൊക്കെ ആഗ്രഹമല്ലേ? യെസ്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്കതൊരു ചെറിയ വിഷയമാണെങ്കിലും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, നിങ്ങളതിനെ ബ്ലൂം ചെയ്യാൻ നോക്കണം. ഡെഫിനറ്റ്ലി നമുക്ക് ബാരിയേഴ്സായിട്ട് ഒരിക്കലും ഫാമിലി എന്നുള്ളതൊരു ബാരിയേഴ്സായിട്ട് കാണരുത്. നമ്മളെ മുന്നിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇന്നലെ ഹസ്ബൻഡ് 5 മന്ത് അബ്രോഡ് പോയി, ഇന്നലെ നൈറ്റാണ് എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ കുറച്ചിരിക്കേണ്ട ടൈമാണ്. അപ്പോഴും രാവിലെ ഇങ്ങനെ ഒരു കോളേജിലൊരു കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തി, മോനുമായിട്ട് എത്തി. ഇതൊക്കെ നമ്മളൊരു ബാരിയറാണ് എന്ന് പറഞ്ഞിരുന്നാൽ ഒന്നും നടക്കൂല. ശരി. അപ്പോൾ നമുക്കൊരു മോട്ടീവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ചെറിയ ഐഡിയ ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണല്ലോ. ജസ്റ്റ് സ്റ്റാർട്ട്. താങ്ക് യു. നിഹാൽ സാറിനോടാണ് ക്വസ്റ്റ്യൻ. സാധാരണയായിട്ട് ബിസിനസ് ഓർഗനൈസേഷനുകളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറേ എംപ്ലോയീസിനെ ഓപ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങളിവിടെയുള്ള സ്റ്റുഡൻസ് കംപ്ലീറ്റ് അവരുടെ ഡിഗ്രി കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു ജോബ് എന്ന രീതിയിൽ നോക്കുകയാണ്. അപ്പോൾ നിലവിൽ ഗോൾഡൻ കപ്പിൻ്റെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ സ്കില്ല് എങ്ങനെയാണ് നോക്കാറുള്ളത്? അതുപോലെ ഈ ബ്രാഞ്ചസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിലായിട്ട് ഒരുപാട് എംപ്ലോയീസിന് ആവശ്യമായി വരാറുണ്ട്. സോ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ് എംപ്ലോയീസിനെ ഓപ്റ്റ് ചെയ്യുന്നത്? ഗോൾഡൻ കപ്പ് ഞങ്ങൾ തുടങ്ങിയത് 2017-ലാണ്. നേരത്തെ ഫർഹാന മാം പറഞ്ഞല്ലോ, ഞാൻ ഈ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് വേറൊരു കോമ്പറ്റീറ്ററോ അല്ലെങ്കിൽ നമുക്ക് നോക്കിക്കാണാൻ വേറൊരു ടീമോ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഗോൾഡൻ കപ്പാണ് റെന്റൽ ജ്വല്ലറി എന്നുള്ള ഇൻഡസ്ട്രി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ആ സമയത്ത് ഒന്നിടപെടുകയാണ്, ഒരു ഇൻഡസ്ട്രി പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്, ബ്രൈഡൽ റെന്റൽ എന്ന ഒരു പുതിയ ഇൻഡസ്ട്രി. കൺഗ്രാറ്റുലേഷൻസ്. അല്ല, അതിൽ തീർച്ചയായിട്ടും എനിക്കും അതിൽ ഭയങ്കര പ്രൗഡുണ്ട്. കാരണം നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രി തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തിലൊന്നും ആയിരുന്നില്ല നമ്മളിത് തുടങ്ങിയത്. കാരണം എന്തെങ്കിലും ഞാൻ ബേസിക്കലി അതിന് കൂടെ കണക്ട് ചെയ്ത് പറയാം. ഞാൻ ബേസിക്കലി ജ്വല്ലറിയിൽ വർക്ക് ചെയ്ത ഒരു സെയിൽസ്മാൻ ആയിരുന്നു. ഞാൻ ഒരു 5 വർഷം ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു ജ്വല്ലറിനെ കുറച്ച് ഭയങ്കരമായിട്ടൊരു ഇഷ്ടമായതുകൊണ്ടാണ്, ജ്വല്ലറിയിൽ ഭയങ്കര അട്രാക്ഷൻ തോന്നിയതുകൊണ്ട് ജ്വല്ലറി റിലേറ്റ് ചെയ്തിട്ട് ഗോൾഡ് ജ്വല്ലറി എന്തായാലും തുടങ്ങാൻ പറ്റൂല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു വെഡിങ്ങിന് നമുക്ക് ഗോൾഡിന് പകരം മറ്റെന്തെങ്കിലും ഒരു ഓപ്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്നാണ് ഈ ഒരു പ്രീമിയം ജ്വല്ലറി സെഗ്മെന്റ് നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിലൂടെ വന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നുള്ള ആൾക്ക് ഇവിടെ ഇല്ലല്ലോ, പിന്നെ പറയാലോ, മറ്റേത് റിപ്പീറ്റ് പോറാവും. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു വരുന്നത്, ഓൾറെഡി ഈ റെന്റൽ ജ്വല്ലറി എന്നുള്ള സെഗ്മെന്റ് നിങ്ങൾക്ക് ഇപ്പൊ റെന്റൽ ജ്വല്ലറി ഫെമിലിയർ അല്ലേ? കേൾക്കുമ്പോഴേ കുറെ ബ്രാൻഡുകളെ നമുക്ക് കാണാനും പറ്റുന്നില്ലേ? അതൊരു പുതിയതായിട്ട് തോന്നുന്നില്ലല്ലോ പറയുമ്പോൾ. അതായത് ഒരു 10 years ബാക്ക് നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും കല്യാണം കഴിഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവരുടെ കല്യാണ ഫോട്ടോ മാത്രം എടുത്ത് നോക്കിയാൽ മതി. അന്ന് ഓൺലി ഫോർ ഗോൾഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണോ? അത് നിങ്ങൾ കല്യാണ ഫോട്ടോ നോക്കലില്ലല്ലോ. ഫോട്ടോയിൽ കറക്റ്റ് നമ്മളെ ഒരു, ഞാനത് ജസ്റ്റ് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് നെക്ലേസും പക്ക ഒരു യെല്ലോയിഷ് ഗോൾഡ്. അതായത് നമുക്ക് ഒരു വെഡിങ് ബ്രൈഡിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിവരെ സാമ്പത്തിക സ്ഥിതി എന്താന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാവും.
കാരണം എല്ലാവരും ഉള്ളതുപോലെ ഐ മീൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മേക്ക് ഓവർ പോലും വന്നില്ല. ജസ്റ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംതിങ് ഇട്ടിട്ടാവും അങ്ങനെ അത് വെഡിങ്ങിന് ഇറങ്ങുന്നുണ്ടാവല്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ആസ് എ സെയിൽസിലായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് കസ്റ്റമർക്ക് ഗോൾഡ് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പലർക്കും ഗോൾഡ് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഞാൻ കൺമുൻപിൽ കാണലുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ പേഴ്സണലി ചിന്തിച്ചത്, ഈ കാണുന്ന ഗോൾഡിൽ കാണുന്ന നല്ല പ്രീമിയം, നല്ല മേക്കിംഗ് ചാർജ് വരുന്ന ഓർണമെന്റ്സ് എന്തുകൊണ്ട് ഗോൾഡിന് പകരം നമ്മുടെ നാട്ടിൽ ചെയ്തുകൂടാന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു. അന്ന് അങ്ങനെ ചിന്തിക്കുന്നതന്നെ തെറ്റായിരുന്നു. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ജോലി, ഞാനൊരു ഡയമണ്ട്സ് ഇൻചാർജ് ആയിരുന്നു. ഡയമണ്ട് സെക്ഷനിൽ നിന്നൊരു ജോബ് ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു, ഒരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ഫണ്ടൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങി ചെറിയൊരു ഒരു 300 സ്ക്വയർ ഫീറ്റിൽ ഒരു റൂം നമ്മൾ തിരൂർ പൂങ്ങോട്ടുകുളം ദാറുസലാം മാളിലാണ് ആദ്യത്തെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കുറച്ച് നല്ല പ്രീമിയം ജ്വല്ലറിയൊക്കെ കൊണ്ടുപോയി വെച്ചു. ദെൻ കസ്റ്റമർ വന്നപ്പം ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടി കസ്റ്റമർ എടുത്ത് ഒരു ഉപ്പയും മോള് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കല്യാണത്തിന് ഗോൾഡ് അങ്ങനെ ഇടണമെന്നില്ല, ഗോൾഡ് നിങ്ങൾക്ക് അസറ്റായിട്ടൊക്കെ വാങ്ങി വെച്ചോളി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് പകരം ഇങ്ങനെ ഈ പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു പ്രീമിയം ജ്വല്ലറിയാണ്, ഇത് നിങ്ങൾക്ക് ഇടാന്ന് പറഞ്ഞപ്പോൾ അവർ സ്പോട്ടിൽ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, മുക്കുവണ്ടം കൊടുത്തിട്ടൊന്നും എൻ്റെ മോളെ ഇറക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാനത് എനിക്ക് മുഖത്ത് അടി കിട്ടിയ പോലെയായി. കാരണം ഞാനിത് മുക്കുവണ്ടൊന്നല്ല, ഇത് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. നോർത്തിലെല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലും ആ ഒരു കൺസെപ്റ്റ് ഇല്ല എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പോൾ ഞാൻ കുറേ കൺവിൻസ് ചെയ്തു, അവരതിൽ വില്ലിങ് ആയൊന്നുമില്ല. അപ്പം ഞാനും വിചാരിച്ചു അന്ന് ഇത് എടുത്ത തീരുമാനം തെറ്റായി പോയോ, കാരണം ജോലിയും റിസൈൻ ചെയ്തു, ഇതിലോട്ട് ഇറങ്ങി തിരിച്ചും ചെയ്തു, അതിപ്പം പാളി പോയെന്ന് എനിക്കൊന്ന് തോന്നി. പക്ഷേ സ്റ്റിൽ എനിക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഇങ്ങനെ ആ പ്രൊഡക്റ്റിനോട് ഇങ്ങനെ ഇഷ്ടം ഉള്ളതുകൊണ്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ബട്ട് സംഭവിച്ചത് 6 മാസങ്ങൾക്ക് ശേഷം പതിയെ ആളുകൾ ചെറിയ ടീക്ക, ഇയറിങ്സ്, മാട്ടി, അങ്ങനെ ചെറിയ ആക്സറീസ് എടുക്കാൻ വേണ്ടി വന്നു തുടങ്ങി, റെന്റിന് എടുക്കാൻ വേണ്ടി വന്നു തുടങ്ങി. വന്ന് എന്നോട് മുക്കുവണ്ടം ഇറക്കേണ്ട ആവശ്യം എടുത്ത് അങ്ങനെ കൊടുത്ത് എൻ്റെ മോളെ വിടണ്ടെന്ന് പറഞ്ഞ ആ ഉപ്പിയും മോളും ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഷോപ്പിൽ വന്നാണ് റെന്റിന് ജ്വല്ലറി എടുത്തു. അപ്പോൾ ആ ഒരു കൾച്ചർ മാറി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു കൾച്ചർ ട്രെൻഡിങ് മാറിയപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ഇൻഡസ്ട്രി ബൂം ചെയ്തത്. ഇന്ന് നമ്മൾ ഏതൊരു റെന്റൽ ജ്വല്ലറി പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ ഒരു ഫസ്റ്റ് ആ ഒരു റെന്റൽ ജ്വല്ലറി ആദ്യം അപ്ഡേറ്റ് ആവില്ല, എപ്പോഴും ഗോൾഡൻ കപ്പിലായിരിക്കും. അതുകൊണ്ടാണ് ഗോൾഡൻ കപ്പിന് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസും മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ കൂടുതൽ ഒരു ചൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ട് മാറിയത്. ഞാൻ സാറ് പറഞ്ഞ ആൻസറിലോട്ട് വരാം. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം സാലറി കൊടുത്ത് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഒന്നും സ്റ്റാർട്ടിങ്ങിൽ ഇല്ലാത്തതുകൊണ്ട്. കാരണം നമ്മൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇന്നത്തെ പോലെ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മാർക്കൊന്നും അത്ര ഒരു 8 വർഷം മുൻപ് അത്ര ഉണ്ട് നമുക്ക് ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്കതിനെപ്പറ്റി അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഓൺലി ഒരു +2 ക്വാളിഫിക്കേഷൻ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടും ഇൻസ്റ്റാഗ്രാമൊന്നും ഇത്രത്തോളം ആക്റ്റീവ് ആവാത്തതുകൊണ്ടും നമ്മൾ പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് ഒന്നുമില്ല, ഓൺലി ഫോർ മൗത്ത് പബ്ലിസിറ്റി മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. സോ അന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സിംഗിളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം 1 ഇയർ കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യത്തെ സ്റ്റാഫിനെ ജോയിൻ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റാഫ് 1 ഇയർ കഴിഞ്ഞ ശേഷം ജോയിൻ ചെയ്തു. സ്റ്റിൽ ഇന്ന് ആ സ്റ്റാഫ് എൻ്റെ കമ്പനിയിലെ ജനറൽ മാനേജറാണ്. ഏകദേശം അവൻ നല്ല ഉഷാറായിട്ട് അതിനെ കൂടുതൽ പറയാം, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കല്യാണം കഴിച്ചു, ഉഷാറായിട്ട് ഇങ്ങനെ ലൈഫ് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സിംഗിൾ സ്റ്റാഫിൽ നിന്ന് തുടങ്ങി ഇന്ന് ഗോൾഡൻ കപ്പിൽ ഏകദേശം 300 എബോവ് സ്റ്റാഫുകൾ ഇന്ന് ടോട്ടൽ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് ഞാൻ എപ്പോഴും നോക്കിക്കാണൽ, നമ്മളൊരു ഒരു ടീമിനെ നമ്മൾ പുതിയത് ഹയർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളെ കമ്പനിയിൽ ജോയിൻ ആവുന്ന ആൾക്ക് അതിനോട് പാഷൻ ഉണ്ടോ, ഇഷ്ടമുണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. കാരണം അവർക്ക് ആ ജോലിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ വേഗം അതൊരു സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനായിട്ട് അതിനെ കാണാറുള്ളൂ. ദെൻ ടീമിനെ മാനേജ് ചെയ്യാൻ ഇന്ന് നമുക്ക് കൃത്യമായിട്ട് എല്ലാവിധ ഒരു ഡെസിഗ്നേഷൻസും അതിനുണ്ട്. HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഞങ്ങളുടെ HR മാനേജറാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ആളൊക്കെ എൻ്റെ പഴയ കോളേജ് മേറ്റ് ആണ്, എൻ്റെ സീനിയറാണ്. ഞാനൊരു കമ്പനി തുടങ്ങി റൺ ചെയ്തപ്പോൾ ആൾ എന്ത് ചെയ്തു, അവിടുന്ന് ഗൾഫിൽ നിന്നൊക്കെ റിസൈൻ ചെയ്ത് വന്നു, നാട്ടിൽ ഞങ്ങളിവിടെ ജോയിൻ ചെയ്തതാണ്. സോ ഉത്തരം കുറച്ച് നീണ്ടുപോയിട്ട് ബോറടിച്ചിട്ടില്ലല്ലോ, സന്തോഷം. ഓക്കെ, അപ്പോൾ സ്കില്ല്, ഒരു എംപ്ലോയിക്ക് വേണ്ട സ്കില്ലെന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അപ്പുറത്തേക്ക് ഒരു പാഷൻ, ചെയ്യുന്നത് ഒരു ജോലിയാണെന്ന് തോന്നാതെ അതൊരു പാഷനായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ഗുഡ് ജോബ് എന്നുള്ളതാണ്. ഇനി നിഹാൽ സാറിനോട് ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ നിന്ന് പാസ്സായിട്ട് വരികയാണെങ്കിൽ വിൽ യു ഹയർ ദം ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ബ്രാൻഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് നമ്മളെ ടീമിനായിട്ട് കണക്ട് ചെയ്യാം. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ, ഫർഹാന മിസ്സിനോടാണ് സെയിം ക്വസ്റ്റ്യൻ. ഒരു മെയിൽ, ഇപ്പോൾ അല്ലൂറയിൽ മെയിൽ ഫീമെയിൽ എംപ്ലോയീസ് ഉണ്ടല്ലോ,
മെയിൽ എംപ്ലോയീസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഫീമെയിൽ എംപ്ലോയീസിന് കാണാറുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, നമ്മുടെ സ്റ്റോറിൽ ഏറ്റവും കൂടുതലുള്ള മെജോറിറ്റി ഗേൾസ് തന്നെയാണ്. സെയിൽസിലുള്ള കുട്ടികളൊക്കെ ഗേൾസ് തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഗേൾസിനെ കൂടുതൽ ഒപ്റ്റ് ചെയ്യാനുള്ള കാരണം? ഗേൾസ് ഡെഫിനറ്റ്ലി നമുക്ക് വരുന്നതെല്ലാം ബ്രൈഡ്സ് ആണ്. അപ്പോൾ ബ്രൈഡ്സിന് ഏറ്റവും കൺവീനിയൻ്റ് ആവുന്നത് ഗേൾസ് തന്നെ ആയിരിക്കും. അവരുടെ ആ സെറ്റിങ്സ് ആണെങ്കിലും ബോയ്സിന് ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, അത് ഗേൾസ് തന്നെയാണ് ഡെഫിനറ്റ്ലി ഏറ്റവും ബെസ്റ്റ്. അവരുടെ സെറ്റിങ്സ് ആണെങ്കിലും ഇപ്പോൾ ഫാഷൻ ഡിസൈനേഴ്സ് ആണെങ്കിലൊക്കെ നമുക്ക് ഗേൾസിനെ ചൂസ് ചെയ്യുന്നതാവും ബെറ്റർ. ഓക്കെ, ഡെഫിനറ്റ്ലി. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാനുള്ള സാധ്യത? ഡെഫിനറ്റ്ലി. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലൂറയിൽ ജോയിൻ ചെയ്യാനെന്നുണ്ടെങ്കിൽ ഇതാ നമ്മളെ HR യൂനുസ്ക അതാ അവിടെ ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്യാം അല്ലേ? അതാ 2 ഗോൾഡൻ കപ്പിന്റെ അല്ലൂരുടെയും HR ടീം ഇവിടെ റെഡിയാണ്. അതിന്റെ CEOs ഡയറക്ടേഴ്സ് ഇവിടെ നിന്ന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ബാഫക്കിയിലെ സ്റ്റുഡൻസ്, അതർ കോളേജ് സ്റ്റുഡൻസ്, നിങ്ങളൊരു കരിയർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യും. സർ, വൺ മോർ തിങ്, ഞാൻ നിയാൽക്ക പറഞ്ഞ ഒരു ആൻസർ എനിക്കും കൂടെ ഒന്ന് കുട്ടികളോട് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മളൊരു സ്റ്റാഫിനെ ഹയർ ചെയ്യുന്ന ടൈമിൽ സർ ചോദിച്ചല്ലോ അതിൻ്റെ ക്വാളിഫിക്കേഷന്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പ്രൊഫഷണലി എന്നുള്ളതിലുപരി നമുക്കിപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോറിലെ സ്റ്റോർ മാനേജറെ നമ്മൾ എടുത്തത് ജസ്റ്റ് ടു ബി ഹോണസ്റ്റ് ഞാൻ പറയാണ്, അവൻ്റെ സ്മൈല് കണ്ടിട്ടാ. അതായത് അവന് യാതൊരുവിധ ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ അവൻ വന്നു, ഇൻ്റർവ്യൂ ചെയ്തു, നമ്മൾ ഭയങ്കര സ്മൈലിംഗ് ഫേസ്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മൈൽ ഇസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് ലവ് എന്നാണ് അല്ലേ? അപ്പം നമ്മൾക്ക് ഒരു കസ്റ്റമർ വരുന്ന ടൈമിൽ നമ്മൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്, എന്താ പ്രൊഡക്റ്റ് ഏതാ പ്രൊഡക്റ്റ് എന്നുള്ളതല്ല, ആ ചിരി അത്രയും സ്മൈൽ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എനിക്ക് ഈ കുട്ടികളോട് അതൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാനൊക്കെ സംസാരിച്ച സമയത്ത്. അപ്പം നമ്മൾ അവനെ ഫസ്റ്റ് തന്നെ സ്റ്റോർ മാനേജറായി എടുക്കുന്നത് അവൻ്റെ ആ ചിരി കണ്ടിട്ട് തന്നെയാണ്. പക്ഷെ അതിൽ നിന്നും അവന് പിന്നെ പഠിച്ചു കേട്ടോ. അതുകൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാഫക്കിലെ എല്ലാ കുട്ടികൾക്കും അവിടെ ജോലി ഉറപ്പാണ്. എല്ലാവരും നല്ല സുന്ദരികളും നന്നായി സ്മൈൽ ചെയ്യുന്നവരുമാണ്. പക്ഷെ അത് ആ പുഞ്ചിരി എന്നുള്ളത് ജസ്റ്റ് ഒരു ജസ്റ്റർ മാത്രമായിട്ട് കാണരുത്. കസ്റ്റമറെ എൻഗേജ് ചെയ്യിക്കാൻ കഴിയുന്ന, കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം. ഡെഫിനറ്റ്ലി നമ്മളൊരു ഷോപ്പിൽ പോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് സാധനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് മടിയില്ലാതെ വലിച്ചിട്ട് തരുന്നവരാണ് ഏറ്റവും നല്ല സ്റ്റോർ കീപ്പർമാർ. അങ്ങനെയാണ്. സോ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ആയിട്ട് കയറണമെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മുമ്പിൽ വരുന്ന കസ്റ്റമറെ ഒരു കിങ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇനി റാഹില അനസിനോടാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് ഇതൊരു ഫേമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ അതിൻ്റെ നിങ്ങളുടെ ഒരു നമ്മുടെ ബിസിനസിന്റെ ഒരു നെയിം മേക്കപ്പ് ബൈ റാഹില ഓൺ നെയിം തന്നെ ഇട്ട് നല്ല ക്യാച്ചിയാണത് ഫീൽ ചെയ്തു. ഒരു ബിസിനസ് ഓർഗനൈസേഷനായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്രീലാൻഡ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു 2 year ബാക്ക് അത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മോസ്റ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് എനിക്ക് മുസ്ലിംസ് ബ്രൈഡാണ്. അപ്പം ഒരു ഷോപ്പൊക്കെ ഇട്ട് നടത്താന്ന് പറഞ്ഞാൽ മുസ്ലിംസ് എന്ന് പറയുമ്പോൾ അറിയാലോ, ചിലപ്പോൾ ഓർത്തഡോക്സ് ആയിരിക്കാം, ചിലർ വീട്ടിലേക്ക് വരണം എന്ന് പറയും, നമ്മൾ ഷോപ്പിലേക്കൊന്നും പോവരുത് വീട്ടിലേക്ക് വരണം എന്ന് പറയും. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചില്ല, ഫ്രീലാൻസ് ആയിട്ട് തന്നെ. നിലവിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി, ഒരു 1 month എത്ര ബിസിനസ് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ എത്ര മേക്കപ്പ് ചെയ്യാറുണ്ട് ആവറേജ്? ഓക്കെ, എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ 4th month എങ്ങ് തോന്നുന്നു ഒരു 53 ബ്രൈഡിനെ ഞാൻ ആ മന്തിൽ ചെയ്തിട്ടുണ്ട്. അൺബിലീവബിൾ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി സ്വാഭാവികമായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. ആവറേജ് മന്ത്ലി ഏർണിംഗ്. ഇവിടെ GST വിഷയങ്ങളൊന്നുമില്ല, ED വിഷയങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ സ്റ്റുഡൻസിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആൻസർ ചെയ്യാം. ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള ഉയർച്ചകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ അഡീഷണൽ ആയിട്ട് വാങ്ങി, അഡീഷണൽ ആയിട്ട് എന്തൊക്കെ കിട്ടി? എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, പൈസ ഉണ്ടെങ്കിലേ നമുക്ക് വാല്യൂ ഉള്ളൂ അല്ലേ? ശരിയല്ലേ? അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ പഠിച്ച് ഒരു ജോബ് വാങ്ങുക, എന്നാലേ നമുക്ക് വില ഉള്ളൂ. കയ്യിൽ ക്യാഷ് ഉള്ളവർക്കേ വില ഉണ്ടാവുള്ളൂ. പിന്നെ ഫാമിലിയിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം
എൻ്റെ വീട്ടിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും എന്നോട് ഡിസ്കസ് ആക്കും ഫാമിലി, അങ്ങനെയാണ്. അപ്പം എല്ലാവരും പഠിക്കുക, ജോബ് വാങ്ങുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് അവരുടെ വെഡിങ്ങിന്റെ ഭാഗമായിട്ട് ഈ മേക്കപ്പ് ബൈ റാഹിലയായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എനി ഓഫർ ഫോർ ദ എസ്റ്റെല്ലാസ് 2K25 ഒരു ഗസ്റ്റ് ആയതുകൊണ്ട് ഓഫർ ഒന്ന് ഡിസ്ക്ലോസ് ചെയ്യണം. ഉറപ്പായിട്ടും നമ്മളിവിടെ ഓൾറെഡി ഓഫറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഓഫർ തരും. നിങ്ങൾ ബാഫക്കീന്നാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഹയസ്റ്റ് ആയിട്ട് വരുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ഏറ്റവും പാക്കേജ് പറഞ്ഞത് എയർ ബ്രഷ് മേക്കപ്പ് ആണ്. നമ്മൾ നിലവിലിപ്പോൾ 20K ആണ് ബഡ്ജറ്റ് വരുന്നത്. പിന്നെ ഓരോ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട് പേയ്മെന്റ് ചേഞ്ച് വരും. ഓക്കെ, താങ്ക് യു. ഫർഹാന മാമിനോടാണ് ദി സെയിം ക്വസ്റ്റ്യൻ. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് ബ്രാഞ്ചസ് ആയി ഒരു ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, ഒരു ആവറേജ് ഇയർലി ഏർണിങ്സ് എത്രയായിരിക്കും? കമ്പനിയുടെ ഒരു ടേൺ ഓവർ പറയുകയാണെങ്കിൽ ഇയർലി ടേൺ ഓവർ. കമ്പനിന്റെ ടേൺ ഓവർ പറഞ്ഞാൽ ഞാൾക്ക് ആദ്യം തന്നെ പറഞ്ഞു GST-കാർ പിടിക്കുമെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാണ്. മറ്റൊരു വേയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിലവിൽ കൊടുക്കുന്ന എംപ്ലോയീസിന്, അതായത് നേരത്തെ പറഞ്ഞ എംപ്ലോയീസിന് എല്ലാവർക്കും കൂടി മന്ത്ലി എത്ര സാലറി കൊടുക്കുന്നുണ്ട്? മന്ത്ലി സാലറി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 200+ ടീം മെമ്പേഴ്സ് നമ്മുടെ എല്ലാ സ്റ്റോറിലും കൂടെ ഉണ്ട്. എൻ്റെ സാലറി കാൽക്കുലേഷൻ മാനേജ്മെന്റ് നിയാൽക്കാൻ്റെ ടീമാണ്. നിയാൽക്ക അത് നിങ്ങൾ പറയാവും നല്ലത്. നമ്മൾ ഗോൾഡൻ കപ്പ് അല്ലൂറയും കൊളാബാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിഹാൽക്ക് തന്നെ അതിന്റെ ആൻസർ പറയട്ടെ. മന്ത്ലി സാലറി ആയിട്ട് ടോട്ടൽ എത്ര കൊടുക്കുന്നുണ്ട്? അല്ലൂറയും ഗോൾഡൻ കപ്പ് രണ്ടും കൂടെ. GST നമുക്ക് പ്രശ്നമൊന്നും ഇല്ല. GST കൃത്യമായിട്ട് അടക്കുന്ന ബ്രാൻഡുകൾ തന്നെയാണ്. അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ നിയമങ്ങളും പാലിച്ച് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് നമ്മളെ കമ്പനി മുൻപോട്ട് പോകുന്നത്. ഏകദേശം ഞങ്ങളിപ്പോൾ കമ്പനി ഏകദേശം സാലറി നോക്കുകയാണെങ്കിൽ 25 lakh above പെർ മന്ത് സാലറി എടുക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ വി ആർ ഹോണേഡ് ടു ബി ഹിയർ. നമ്മൾ ഗോൾഡൻ കപ്പ്, അല്ലൂറ, മേക്കപ്പ് ബൈ റാഹില, ഈ 3 യങ് ചാമിങ് ഓൺട്രപ്രനേഴ്സിന് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കുക. കാരണം ഒരിക്കൽ നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ ഒരു സ്റ്റുഡൻറ് മാത്രമായിട്ടുണ്ടായിരുന്നവർ അവരുടെ പാഷൻ കൊണ്ട് ഒരു ബിസിനസ് വേൾഡ് കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ബ്രാൻഡാണ്. തീർച്ചയായിട്ടും ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റ് ഇൻഡസ്ട്രി നിലനിന്ന് പോവോ? ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ടോ? ആ രീതിയിലൊക്കെയുള്ള തിങ്കിങ് പോയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടും നമുക്കിപ്പം ഒരുപാട് റെന്റൽ സ്റ്റോറുകൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സ്റ്റോറുകൾ വരുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ആ ഇൻഡസ്ട്രി നിലനിൽക്കാൻ ഒരുപാട് ഓപ്ഷൻസുകൾ വേണം. 1-2 സ്റ്റോർ മാത്രമാകുമ്പോൾ ഓപ്ഷൻസ് കുറവായിരിക്കും. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്കൊരു കോട്ടം സംഭവിക്കൽ എപ്പോഴും വരുന്ന സ്ഥാപനങ്ങൾ ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിൽ വരുമ്പോഴാണ് എല്ലായിടത്തും പ്രശ്നം വരുന്നത്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഒരിക്കലും ഒരുമിച്ച് സംഭവിക്കില്ല. ചീപ്പായിട്ട് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഒരിക്കലും ബെസ്റ്റ് ആവില്ല. ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ചീപ്പായിട്ട് കിട്ടൂല. സോ അങ്ങനെ നമ്മളൊരു ഇൻഡസ്ട്രി തകർക്കുന്ന രീതിയിൽ കോമ്പറ്റീഷൻ വരുമ്പോഴാണ് എല്ലാ ഇൻഡസ്ട്രിക്കും തകർച്ച അല്ലെങ്കിൽ ഡൗൺ ഉണ്ടാവല്. ഒരു ഇൻഡസ്ട്രി തകരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1-2-3 വ്യക്തികളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. സ്വാഭാവികമായിട്ടും ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഫാമിലീസിനെ അത് ബാധിക്കും. ഇതിനൊക്കെ അപ്പുറത്തോട്ട് നമ്മൾ ഈ ഇൻഡസ്ട്രീനെ ഞങ്ങളെ സംബന്ധിച്ചൊരു ഗോൾഡൻ കപ്പ് ആയിക്കോട്ടെ, അല്ലൂർ ആയിക്കോട്ടെ, നമ്മൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത് ബ്രൈഡ്സിനെ സംബന്ധിച്ചിട്ട്. അവരെ ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും വെഡിങ് കഴിയാനുള്ള ആളുകൾ ആണല്ലോ. കല്യാണം കഴിഞ്ഞ ആൾക്കാർ കൂട്ടത്തിൽ ഇല്ലല്ലോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വന്ന് വെറുതെ ആവും. ഇല്ല, കൈപൊക്കാൻ കല്യാണം കഴിഞ്ഞവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ആരും കൈപൊക്കൂല. അതുകൊണ്ട് ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ നോട്ട് മാരീഡ്. സന്തോഷം. ഓക്കെ, താങ്ക് യു. ദെൻ ഒരു ബിസിനസ് ആണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ നെക്സ്റ്റ് നിങ്ങളുടെ ഷോപ്പിംഗ്, നിങ്ങളുടെ മാരേജിലേക്ക് എത്തുകയാണെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ഗോൾഡൻ കപ്പ്, എസ്പെഷ്യലി അല്ലൂറ. സോ ഒരു ബിസിനസ് ആണ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്തത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യല് ബ്രൈഡിനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഔട്ട്ഫിറ്റും ബെസ്റ്റ് ജ്വല്ലറിയും ലഭിക്കണം. കാരണം വെഡിങ്ങിന് വേണ്ടിയിട്ട് ബ്രൈഡ് ഒരുങ്ങുന്ന സമയത്ത്
എല്ലാ രീതിയിലും അവർ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്രീമിയം ലെവൽ നോക്കുമ്പോൾ ഈ ഔട്ട്ഫിറ്റും ജ്വല്ലറിയൊക്കെ വളരെ ചീപ്പായിട്ട് കൊടുത്തിട്ട് അത് വെഡ്ഡിങ് അല്ലെങ്കിൽ ബ്രൈഡിനെ കബളിപ്പിക്കുന്ന രീതി. സത്യം പറഞ്ഞാൽ ബ്രൈഡ് അത് ലാസ്റ്റ് ആവും തിരിച്ചറിയല്. അത് ഔട്ട്ഫിറ്റോ ജ്വല്ലറിയോ ഒട്ടും മാച്ച്. പലപ്പോഴും ഇപ്പം റാഹിലൊക്കെ അത്യാവശ്യം നല്ല ഫെയിം ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഇന്ന് ഇൻഡസ്ട്രിയിലെ. റാഹിലൊക്കെ നമ്മുടെ അടുത്ത് പറയാറുണ്ട്, മേക്കപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഈ കോസ്റ്റ്യൂം ജ്വല്ലറിയൊക്കെ കാണല്. ഒട്ടും അതിന് ചിലപ്പോൾ മാച്ച് ആയിക്കോളാം എന്നില്ല. കാരണം ഇത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ ഓഫർ നോക്കിയിട്ട്, ഓഫർ നമ്മൾ ഇവിടെ തരുന്ന ഓഫർ അല്ല കേട്ടോ, ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വാല്യൂ ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിലൊരു മാച്ചിങ് ആവില്ല. അങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രൈഡ്സിനൊക്കെ ഈ ഒരു റെന്റലിനോടുള്ള സമീപം കുറയും. ഇൻഡസ്ട്രി നിലനിൽക്കുമെന്ന് ഇപ്പോൾ സാർ നേരത്തെ ചോദിച്ചതിൽ ഞാൻ ആൻസർ തരുന്നത്, ഗോൾഡൻ കപ്പ് ആൻഡ് അല്ലൂറ കോട്ടവായൊക്കെ ഇവിടെ ഉണ്ട് ഫ്രണ്ടിൽ നിന്നിട്ട്. ഞാൻ പറയുന്നത് ബോറടിക്കണില്ലല്ലോ, ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. ഞാൻ പറയുന്നത് ഞങ്ങൾ ഗോൾഡൻ കപ്പും അല്ലൂറൊക്കെ എപ്പോഴും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണോ അത് ബ്രൈഡ്സിന് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രൈഡ്സിന് അവർ വെഡ്ഡിങ്ങിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് നമ്മളെ സ്റ്റോറിൽ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ഫോക്കസ് ചെയ്യാറുള്ളത്. അത് വിത്ത് ദ ബെസ്റ്റ് സർവീസും. നമ്മൾ ഔട്ട്ഫിറ്റ് വാങ്ങുക, ജ്വല്ലറി വാങ്ങുക എന്നുള്ളതിനപ്പുറത്തോട്ട് ആസ് എ ഫാമിലി സ്റ്റോറിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ചുള്ള പരിഗണനയും ട്രീറ്റും നിങ്ങൾക്ക് കിട്ടണം. നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ ഒരു ഡ്രീം ഡേ ആണ്. ആ ഡേയിലെ പർച്ചേസ് ചുമ്മാ എന്തെങ്കിലുമൊക്കെ എടുത്ത് പോയിക്കോളും എന്നുള്ള നിലക്കല്ലാതെ നല്ല രീതിയിൽ ട്രീറ്റും നല്ല രീതിയിലുള്ള ബെസ്റ്റ് പ്രൊഡക്റ്റും കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്കമിങ് ഞങ്ങൾ എക്സ്പാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഗോൾഡൻ കപ്പിന് 9 ഔട്ട്ലെറ്റും അല്ലൂറയ്ക്ക് 5 ഔട്ട്ലെറ്റും നിലവിലുണ്ട്. ദെൻ ഗോൾഡൻ കപ്പിന്റെ അപ്കമിങ് ന്യൂ ബ്രാഞ്ച് വരുന്ന ഫെബ്രുവരി ഇൻഷാല്ലാ ട്രിവാൻഡ്രത്ത് ഓപ്പൺ ആവാണ്, ഞങ്ങൾ 10th ഔട്ട്ലെറ്റ്. ദെൻ അതേപോലെ തന്നെ അല്ലൂറ 6th ഔട്ട്ലെറ്റ് അപ്കമിങ് കൊല്ലമാണ് വരുന്നത്. കൊല്ലത്ത് അല്ലൂറ വരികയാണ്. ദെൻ അതുപോലെ തന്നെ കൊച്ചിയിൽ വരുന്നുണ്ട്. നമ്മളിത് ഈ ഓരോ കോട്ടക്കലും വരുന്നുണ്ട്. പ്ലാൻ പുതിയ വരുന്നു ഇവിടെ ഇനി ഇരിക്കുമ്പോഴേ. അപ്പം ഓരോ സ്റ്റോർ ചെയ്യുമ്പോഴും ഞാൻ പേഴ്സണലി ഞാൻ എപ്പോഴും കരുതല്, നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആലോചിക്കേണ്ട കാര്യം വലിയൊരു എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഈ ROI ഒക്കെ നമുക്ക് എപ്പോഴാണ് റിട്ടേൺ കിട്ടുമെന്ന് പോലും ചിലക്ക് വളരെ കുറവായിരിക്കും ചില സ്റ്റോറിലൊക്കെ. ഓരോ സ്റ്റോർ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത് ടീമിനെയാണ്. നമ്മൾ ടീമിന് കൂടെ ഉള്ളൊരു ടീമിന് ഡെവലപ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി എക്സ്പാൻഡ് ചെയ്ത് മുൻപോട്ട് പോയാൽ മാത്രമേ ടീമിലുള്ളവർക്കും ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഫ്യൂച്ചറിൽ ഒരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയല്, നമ്മളത് സ്വന്തമായിട്ട് തുടങ്ങണം എന്നൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മളൊരു ടീമിന്റെ കൂടെ ജോയിൻ ആയാൽ തന്നെ മതി. ആ ടീമിന്റെ കൂടെ ജോയിൻ ആയി എക്സ്പാൻഡ് ചെയ്ത് നല്ല രീതിയിൽ പോകുന്ന ഒരു കമ്പനി ആണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഭാഗമായാൽ മതി. അതിൽ എന്തെങ്കിലും ജോബായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡെസിഗ്നേഷൻ, ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളെ കല്യാണം കഴിച്ചാലും മതി, നമ്മൾ അതിന്റെ ഒരു ഭാഗമാവും. നമുക്കും ഞാൻ കാര്യം പറഞ്ഞതാ, എന്റെ വൈഫിനൊക്കെ ഭയങ്കര പ്രൗഡ് ആ കാര്യത്തില്. അവള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിരിക്കണമെന്ന് പറയണമെന്ന്. കാര്യമൊന്നുമില്ല എന്നറിയാം, എന്നാലും ഞാൻ പറഞ്ഞതാ. സോ അങ്ങനെ ഒരു ഭാഗമാവാന്ന് പറയുമ്പോഴും ആ ജേണിയിൽ നമുക്ക് അതൊക്കെ നോക്കിക്കാണാനും അത് ഫീൽ ചെയ്യാനൊക്കെ പറ്റും. എൻ്റെ ടീമും സ്വാഭാവികം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം വന്ന ആളാണ് ഇന്ന് ജനറൽ മാനേജർ. അവനും ജസ്റ്റ് +2 ക്വാളിഫിക്കേഷനേ ഉള്ളൂ. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ആ ഒരു ബിസിനസിന്റെ ആ ഒരു ഷോറൂമിന്റെ ഭാഗമായി നിൽക്കാനും കാണിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കരിയറിൽ എന്തായി, അത് മാനേജർ ആവുന്നു, AGM ആവുന്നു, GM ആവുന്നു, അങ്ങനെ ഡെസിഗ്നേഷൻ ഹൈപ്പ് ചെയ്ത് വരുന്നു. ഒരു കരിയർ അവിടെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. സോ നിങ്ങൾക്കും എന്ത് ചെയ്യാം ഫ്യൂച്ചറിൽ, അങ്ങനെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഗോൾഡൻ കപ്പ് അല്ലൂറിലൊക്കെ നിങ്ങൾക്ക് ഭാഗമാവാൻ കഴിയട്ടെ. യെസ്, താങ്ക് യു. ഓക്കെ, ഒരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടിയത്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനിരുന്നായിരുന്നു, എന്താണ് നിങ്ങൾക്ക് നൽകാനുള്ള മെസ്സേജ് എന്ന്. അപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാനുള്ള താല്പര്യമില്ല എങ്കിൽ ഒരു ടീമിന്റെ ഭാഗമാവും. ഒരു നല്ലൊരു ബിസിനസ് ടീമിന്റെ അല്ലെങ്കിൽ നല്ലൊരു ടീമിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു നല്ലൊരു പാഷൻ ഉണ്ടെങ്കിൽ, വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ കഴിയുന്നതാണ്. സോ ഫർഹാന മാം, ഇവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്, എസ്പെഷ്യലി വുമൺ ഓണ്ടർപ്രണർഷിപ്പ് ആണ് നമ്മുടെ ഈ ഒരു മീറ്റിന്റെ തന്നെ മെയിൻ എയിം. സോ ആസ് എ ഗേൾ എന്നുള്ള രീതിയിൽ ഫ്യൂച്ചറിലേക്ക് നോക്കുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മളൊരു ലേഡി, ഒരു ഗേൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ബാരിയർ എന്ന് പറഞ്ഞാൽ
നമ്മളുടെ ഫാമിലി തന്നെ ആയിരിക്കും അല്ലേ. ഞാനെപ്പോഴും എൻ്റെ ഹസ്ബൻഡിനോട് പറയലുണ്ട്, നിങ്ങൾക്കൊക്കെ എന്ത് സുഖമാണ്, രാവിലെ എണീക്കണോ, ഡ്രസ്സ് മാറ്റണോ, വേറെ കാര്യങ്ങളൊന്നും നോക്കാനില്ലല്ലോ. അപ്പോൾ നമുക്ക് കുട്ടി ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ 2 കുട്ടികളുടെ ഉമ്മയാണ്, ഇവർക്ക് ഫുഡ് കൊടുക്കുക, അവരെ കുളിപ്പിക്കുക, എല്ലാം കഴിഞ്ഞിട്ട് വേണം അതൊക്കെ. സ്റ്റോറിൽ പോകാനാണെങ്കിലും സ്റ്റോറിലൊരു വീഡിയോ, നമ്മൾ വീഡിയോ ഒക്കെ പ്രസൻറ്റ് ചെയ്യുമല്ലോ, ഒരു വീഡിയോ എടുക്കുമ്പോൾ വരെ ബാക്കിൽ മോനെ ഏതെങ്കിലും ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആസ് എ ഗേൾ നമുക്ക് ഒരുപാട് ബാരിയേഴ്സ് ഇതേപോലെ ഉണ്ടാവും. പക്ഷെ എന്താന്നാ, ഇപ്പോൾ ഇവൾ റാഹില പറഞ്ഞ പോലെ ഇപ്പം നമ്മളെ ഫാമിലി ഓർത്തഡോക്സ് ആണെന്ന് പറഞ്ഞല്ലോ. ഇപ്പം എൻ്റെ കല്യാണം കഴിച്ച ഫാമിലി ആണെങ്കിലും നല്ല അത്യാവശ്യം ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെ വെച്ചാൽ ഞാൻ എൻ്റെ ആ ഒരു വിഷനിൽ ഞാൻ ടു ബി ഹോണസ്റ്റ് ഞാൻ അതിൽ അത്രയും വിശ്വസിച്ചിരുന്നു. അതായത് ഇത് എവിടേക്കെങ്കിലും എത്തിക്കണം എന്നുള്ളത്. ആൻഡ് സാറ് അവളോട് ചോദിച്ച പോലെ എന്താണ് സ്വന്തമായിട്ട് ഏൺ ചെയ്തുണ്ടാക്കി വെച്ചാൽ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു പേഴ്സണലി, എനിക്ക് ഒരു കാർ എടുക്കണം എന്നുള്ളത്. സ്വന്തമായിട്ട് ഏൺ ചെയ്തൊരു ക്യാഷിന് കാർ എടുക്കണം എന്നുള്ളത്. ആൻഡ് മലപ്പുറത്ത് ഫസ്റ്റ് ഇറങ്ങിയത് എനിക്ക് എടുക്കാൻ പറ്റി. അപ്പോൾ അത് വണ്ടി ഏതായിരുന്നു? അപ്പോൾ അതെനിക്ക് നമ്മൾക്ക് ഓരോന്നിങ്ങനെ അച്ചീവ് ചെയ്യണം. ശരിക്കും നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ നമ്മളെ ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും നമുക്ക് ഇതൊന്നും കൂടെ മുന്നോട്ട് പോകണം നല്ല രീതിയിൽ. അപ്പോൾ നമുക്ക് ഗേൾസിനോട് മെയിൻ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾക്ക് കമ്പാരിറ്റീവ്ലി ജെൻസിനേക്കാളും ഒരുപാട് പറഞ്ഞ പോലെ സ്ട്രഗിൾസ് ഉണ്ടാകും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കുക, നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ എന്തിലും ഒരു പിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ്, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ എത്തും. നമ്മൾ അതിനൊരു ട്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഓവർ തിങ്കിങ് ആയിട്ട് ഇത് എവിടെ എത്തും, ഇത് ഇനി വർക്കൗട്ട് ആവൂലേ, വഷളായി പോവോ, ഫാമിലിൻ്റെ മുന്നിലും ഫ്രണ്ട്സിൻ്റെ മുന്നിലും അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ബാക്കി പിന്നെ ആ ഒരു തോണി പോകണ പോലെ അങ്ങനെ ആ ഒരു ഫ്ലോയിൽ പോയിക്കോ. ട്രൈ ചെയ്യുക, തുടങ്ങി വെക്കുക എന്നുള്ളതാണ്. ബാക്കി ട്രൈ ചെയ്യണം, ട്രൈ എന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ ടു മേക്കപ്പ് ബൈ റാഹില. അവരോടുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, പലർക്കും പല ബിസിനസ് ഐഡിയാസ് ഉള്ളിലുണ്ട്, ചില ജോബിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലുണ്ട്. എന്താണ് അവർക്കൊരു മെസ്സേജ് കൊടുക്കാൻ? ഇതിനിപ്പോൾ ആൻസർ ഓൾറെഡി ഇവർ 2 പേരും പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതന്നെ, എല്ലാവരും സ്റ്റാർട്ട് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ പോയിക്കോളും. ഓക്കെ, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. അതിന് മുമ്പ് ഓഡിയൻസിനുള്ളൊരു ചാൻസ് ആണ്. ഒരു 3 ഗസ്റ്റുകളുണ്ട്, 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. സിമിറ മിസ്. I'm Bishara. Why are you the right person for this team? ക്വസ്റ്റ്യൻ ആരോടാണ്? നിഹാൽ സാറിനോടാണ്. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? Why are you the right person for this team? ഈ ടീമിൽ റൈറ്റ് പേഴ്സൺ ആണ് എന്ന് എന്തുകൊണ്ടാണ്? ഓക്കെ, അതായത് ഈ ഒരു ടീമിന്റെ സെൻട്രലായിട്ട് ഇപ്പൊ നിഹാലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ടീമിന്റെ സെൻട്രലായിട്ട് നിൽക്കാനുണ്ടായ കാരണം, അല്ലെങ്കിൽ എന്ത് ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്? പേഴ്സണൽ ക്വാളിറ്റീസ്. നല്ല ചോദ്യമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിട്ട് ഞാനും ഇത് ആലോചിക്കാറുണ്ട്. പറയാൻ കാരണം, ഞാൻ ഇതിന്റെ ഒരു ഫൗണ്ടർ ആൻഡ് CEO ആയി നിൽക്കാനുള്ള കാരണം, എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ അതർ ബിസിനസ് സ്കൂളിലോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഓൺലി എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. 2, എനിക്ക് ഇതിനോടുള്ള പാഷനും ജ്വല്ലറിനോടുള്ളൊരു ഇഷ്ടം. അതുകൂടാതെ ഞാൻ വർക്ക് ചെയ്തത് ഈ മേഖലയിലായിരുന്നു. സോ അങ്ങനെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നതും. ദെൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ എന്തൊക്കെ ഡെസിഗ്നേഷൻ ഉണ്ടോ അതെല്ലാം ഞാൻ ആദ്യം പ്രാക്ടിക്കൽ ചെയ്തതിന് ശേഷം ഞാൻ അതൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് HR ഡിപ്പാർട്ട്മെന്റ് HR വന്നിട്ടുണ്ട്. എൻ്റെ ഷോറൂമിലേക്ക് ആദ്യം ഈ അടുത്ത കാലം വരെ ഹയറിങ് ചെയ്ത് ഞാൻ തന്നെയായിരുന്നു. അത് മാർക്കറ്റിങ്ങിലായിക്കോട്ടെ പെർച്ചേസിലായിക്കോട്ടെ എല്ലാം ഡയറക്റ്റ് ഞാൻ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയ മേഖലയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്തൊരു ടീമിന് അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും എല്ലാം കഴിയും. ഓക്കെ, റൈറ്റ് ആൻസർ ആണെന്ന് തോന്നുന്നു. അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു ബോധം ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് മിനിറ്റ്, ഞാൻ ആളെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ഇങ്ങനെയുള്ള സെഷനുകളിലൊക്കെ സ്ഥിരം ചോദ്യം ചോദിക്കുന്ന ഒരാളാണ്. എന്തോ ഒരു ബിസിനസ് ഐഡിയ മൈൻഡിൽ ഉണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, ഹായ്, ഞാൻ ഫാത്തിമ നദ.
ഫസ്റ്റ് ഇയർ ബികോം ഫിനാൻസ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ആര് വന്നാലും ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്, കാരണം ഞാൻ അത്രയും പാഷനേറ്റ് ആണ്. അപ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. സ്വന്തം പാരന്റ് പോലും സപ്പോർട്ട് ചെയ്യാറില്ല. അപ്പോൾ ഓർക്ക് വിശ്വാസം കുറഞ്ഞതുകൊണ്ടായിരിക്കാം, കാരണം ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അങ്ങനെ ആരും വരുന്നവരില്ല. അപ്പോൾ സ്വന്തം പാരൻസിനെ കൺവിൻസ് ആയാലല്ലേ ബാക്കിയുള്ളവർ നമുക്ക് കൺവിൻസ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഹസ്ബൻഡ് അപ്പോൾ അവർ പറയും കല്യാണം കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ അയക്കോ, ട്രിപ്പ് പോയിക്കോ. അപ്പം ഞാൻ പറയും അതിപ്പോൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കി പൈസ വിളിച്ച് പോവില്ലേ, അങ്ങനെയൊക്കെ പറയാൻ. ഇന്ന് രാവിലെയും ആ തിരക്കുണ്ടാക്കി പോന്ന് ഇവിടെ ചൂടിലിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നേരം വൈകിൻ്റെ പേരിലും കുറേ കേട്ടു. അപ്പോൾ നമ്മൾ ഗേൾസ് ആകുമ്പോൾ എന്തായാലും കുറേ ലിമിറ്റ്സ് ഉണ്ടാവും. എത്രയൊക്കെ പറഞ്ഞാലും ഫെമിനിസ്റ്റാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാലും എന്തായാലും സൊസൈറ്റിയിൽ ലിമിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമുക്ക് റോ മെറ്റീരിയൽസ് ഇറക്കാനായാലും എന്തായാലും നമുക്ക് എന്തായാലും ലിമിറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ള ഞാൻ എൻ്റെ ഭാഗത്തു നിന്നാണ് ചോദിക്കണേ, കാരണം ആസ് എ സിംഗിൾ അങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ ഷുവർ, ഇരിക്കടാ. ഇപ്പൊ എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് കുറെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലുണ്ട്. അങ്ങനെ അയൽവാസിയില് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഇവിടെ ED ക്ലബ് ഉണ്ട്, ഒരു ബിസിനസ് കാർഡ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഒരു വട്ടം എന്തോ എൻ്റെ ഒരു പ്രൊഡക്റ്റ് അവിടെ കൊടുന്ന് കാണിച്ചിരുന്നു. ജസ്റ്റ് ഒരു ഷോർട്ട് കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഭീഷണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഈ ഷോർട്ട് കുർത്തി ഒരുവിധം ആൾക്കാരൊക്കെ ചെയ്യണ ഒരു സാധനമാണ്. പക്ഷെ വേറെയും ഐഡിയാസ് എൻ്റെ മനസ്സിലുണ്ട്, ശരിക്കും ഇപ്പം ഇംപ്ലിമെൻ്റ് ചെയ്യാനൊരു പ്രയാസം അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങളോട് പറയാനൊരു. ഓക്കെ കഴിഞ്ഞോടാ. ഓക്കെ ഓക്കെ ഇരിക്കും. എനിക്ക് അവളെ കറക്റ്റ് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ് അവളെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതാണല്ലോ അല്ലേ പ്രൈമറി ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം. ഇപ്പോൾ എനിക്കിത് പുറത്തുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിലും എനിക്ക് എൻ്റെ കാര്യം ഞാൻ ഷെയർ ചെയ്യാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫാമിലി ഫുൾ ഒരു ആർക്കിടെക്ചർ സിവിൽ ഫാമിലി. ഇതിൽ നിന്നും ഞാനൊരു മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വാടക ഡ്രസ്സ് കൊടുക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, അതിപ്പോൾ എൻ്റെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ പോലും അത് സ്റ്റാർട്ടിങ്ങിൽ ആക്സെപ്റ്റഡ് അല്ലായിരുന്നു. അതായത് നമ്മളും ആദ്യം സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടല്ലല്ലോ, നമ്മൾ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുപോലെ കുറേ ഫാമിലീസ് വരും. ഇവർ വരുന്നത് എന്തിനാണ്? ഈ റെൻ്റൽ ജ്വല്ലറി, റെൻ്റൽ ഡ്രസ്സ് കാണാനാണ്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ സൈഡിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിങ് ടൈമിൽ ഈ പറഞ്ഞൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അതായത് ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ട് ഇത് നിനക്ക് പറ്റിയ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ല, അല്ലെങ്കിൽ ഈ അത്യാവശ്യം MTech പഠിക്കണം, അല്ലെങ്കിൽ ലെക്ചറർ ആവണം, അതൊക്കെയാണ് ഉമ്മാൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഉപ്പാൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പം അന്നോടത്ത് ഞാനിത് നേരെ കുറച്ചൊരു 4 ആമസോണിൽ 4 ജ്വല്ലറിയും വാങ്ങിച്ചിട്ട് ഇത് വാടകയ്ക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും അത് അവരെ സംബന്ധിച്ചിട്ടൊരു ഷെയിമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അങ്ങനെ ഒരു ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ഉള്ളൊരു ഫാമിലിയിൽ നിന്നും അല്ലായിരുന്നു ഞാൻ വന്നത്. അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മോൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവണില്ലേ? അപ്പോൾ ഇതേ ഒരു സിറ്റുവേഷൻ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിന് നമ്മൾ എങ്ങനെ കോൺകർ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെയാണ്, ആ ഡ്രീമിൽ നമ്മൾ വിശ്വസിച്ചു. ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ലോണം വർക്ക് ചെയ്തു. ഇപ്പം നമുക്ക് മെയിനായിട്ട് ട്രാൻസ്പെറൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നീ ഷോർട്ട് കുർത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു പെഹന ക്ലോത്തിങ് ഉണ്ടല്ലോ, കുറേ പേർക്ക് അറിയാലോ പെഹന ക്ലോത്തിങ്. ആ പേജിൻ്റെ ഏറ്റവും ഒരു യുണീക്നെസ് എന്താണ്? ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ആ കുട്ടി മെറ്റീരിയൽ എടുക്കാൻ പോകുന്നത് സോഴ്സ് ചെയ്യുന്ന വീഡിയോ അല്ലേ, കോണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഷോർട്ട് കുർത്തീൻ്റെ ഒരു ഐഡിയ നിൻ്റെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നീ പറഞ്ഞല്ലോ വേറെയും ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ചമ്മൽ, അത് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ എങ്ങനെ ഇപ്പോൾ പെഹന എന്നുള്ളൊരു ബ്രാൻഡിന് ആ പെഹന എന്നുള്ള ബ്രാൻഡിന് ഞാനെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ, അവിടെ ആ കുട്ടി ആ ഒരു സിംഗിൾ ഗേൾ കൊണ്ടുവന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കൊണ്ടാണ്. അപ്പം അതുപോലെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്താൽ മോൾക്കും ആ പറഞ്ഞ ഷോർട്ട് കുർത്തീൻ്റെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എല്ലാവരും കോമൺ ആണെന്ന്. ഓക്കെ, അതായത് നമ്മളെ വേല് നമ്മൾ വേറുള്ള ആളെ പോലെ ആവാൻ ശ്രമിക്കണ്ട.
വേറെയുള്ള ആൾക്കാരെ ടോക്കിങ്സ് അല്ലെങ്കിൽ വേറെയുള്ള ആൾക്കാർ ഇങ്ങനെ ബ്രാൻഡ് നിനക്ക് എങ്ങനെയാണോ ബ്രാൻഡിനെ യുണീക്കാക്കാൻ പറ്റണേ ആ രീതിയിൽ ചെയ്യുക. പിന്നെ ഇപ്പം ഈ പറഞ്ഞ ഓർത്തഡോക്സ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിനും ഉള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വർക്കൗട്ട് ചെയ്യുക, മാക്സിമം അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നോക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ക്യാപിറ്റലൊക്കെ ഇപ്പം ഗേൾസ് ആവുമ്പോൾ നമുക്ക് വിശ്വസിച്ച് തരാൻ കുറേ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഫാമിലി ആയാലും അപ്പോൾ ഞാനിപ്പോൾ നാളെ ഉയർച്ചയിലെത്തിയാലും എന്തായാലും വിശ്വാസക്കുറവുണ്ടാവുമല്ലോ. ഓക്കെ. അപ്പോൾ ക്യാപിറ്റലൊക്കെ എങ്ങനെയാണ്? ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഒരു സിംഗിൾ മദറാണ്. ഓക്കെ, എനിക്ക് എന്താ പറയുക, ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5 രൂപ വിശ്വസിച്ച് തരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ എൻ്റെ പേരന്റ് കഴിഞ്ഞു പോണത്. അപ്പോൾ ഓർക്ക് അവരുടെ ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ക്യാപിറ്റലൊക്കെ എങ്ങനെയാണ്? നീ എവിടെങ്കിലും എത്തും കേട്ടോ. കാരണം അല്ലേ, അവൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എവിടെങ്കിലുമൊക്കെ എത്തണം, നല്ലൊരു ഉയർച്ചയിൽ എത്തും എന്നുള്ളൊരു എനിക്ക് ആ ടോക്കിങ്ങിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം അവൾ അത്ര ഇൻറ്റൻസായി ആഗ്രഹിക്കുന്നുണ്ട്, അവളൊരു ബിസിനസ് ചെയ്യണം, എവിടെയെങ്കിലുമൊക്കെ എത്തണം. ഇൻഷാ അല്ലാ ആ ഉമ്മാനെ നല്ലൊരു പേര് നാളെ ആ ഉമ്മ ഇതുപോലുള്ള ഒരു സ്റ്റേജിലൊക്കെ മോള് വന്നിട്ട് ഉമ്മാനെ കൊണ്ടുവരാനൊക്കെ പറ്റട്ടെ. ഓക്കെ, അത് ക്യാപിറ്റലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കേസ് തന്നെ ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, എനിക്കിപ്പോൾ ആ എക്സ്പീരിയൻസ് ഉള്ളല്ലോ, അതുകൊണ്ടാണ് അത് ഷെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ആമസോണിൽ നിന്ന് ഒരു കുറച്ച് ജ്വല്ലറി, എനിക്ക് തോന്നുന്നു ഒരു 10,000 റുപ്പീസോ 5,000 റുപ്പീസിന് എന്തോ പർച്ചേസ് ചെയ്ത ജ്വല്ലറിമെന്നാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ചെറിയ ക്യാപിറ്റൽ കൊണ്ട് ഇപ്പോൾ വിത്ത് എ സിംഗിൾ സ്റ്റാഫ്, സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളായിരുന്നു സ്റ്റാഫ്. ആ സിംഗിൾ സ്റ്റാഫ് എന്നാണ് മാഷാഅല്ലാഹ് ഇപ്പോൾ നമ്മൾ ഏകദേശം 200ഓളം ആൾക്കാർ നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ആ ഒരു വിഷൻ കളയാണ്ട് ഇതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുക, എന്തായാലും എത്തും. ഓക്കെ, ഞാൻ ഈ ഒരു വേദിയിൽ നിന്നൊരു പ്രഖ്യാപനം നടത്തുകയാണ്. അതായത് നമ്മുടെ ED ക്ലബിൽ നിന്ന് 5,000 റുപ്പീസ് തീർച്ചയായിട്ടും ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ അവൾക്ക് മാറ്റിവെക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. ഓക്കെ, ഓക്കെ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്, അല്ലൂറിന്റെ സൈഡിൽ നിന്നും ഒരു 5,000 റുപ്പീസ്. ഓക്കെ, ഓക്കെ, നമ്മുടെ വാക്കുകൾ ഇടുകയാണ്. ഫ്യൂച്ചർ ഓൺട്രപ്രണേഴ്സ് മീറ്റ് സക്സസ് ആയി എന്നുള്ളതിന്റെ തെളിവാണത്. 10,000 റുപ്പീസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ലഭിച്ചു കഴിഞ്ഞു. ആർ യു ഹാപ്പി? യെസ്. ഗോൾഡൻ കപ്പ് കൂടി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഒരു പുതിയ ബിസിനസ് വെഞ്ചർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഓക്കെ, ഗോൾഡൻ കപ്പിന്റെ സൈഡിൽ നിന്ന് ഞാനൊരു 10,000 തരാം. ഓക്കെ, a total of 20,000. Are you happy? Happy. Please come to stage. Yeah. താങ്ക് യു. ഞാനും എൻ്റെ വക ഒരു 5,000 കൂടി കൊടുക്കാം. താങ്ക് യു. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. കാരണം എൻ്റെ ഫാമിലി പോലും ഇന്നേ വരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോൾ ഇന്നെ കാണുന്ന ആൾക്കാർക്ക് അറിയാം, എൻ്റെ ഫ്രണ്ട്സ് ആൾക്കറിയാം, ഇത് ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും. കാരണം ഞാൻ അത്രയും പാഷനേറ്റ് ആണ്. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ ഫുള്ള് ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ വരുള്ളൂ. കാരണം അത്രയും അല്ലാതെ റീൽസൊന്നും ഞാൻ കാണാറില്ല. അത്രയും വേറെന്ത് ജനറൽ നോളജോ ഒന്നും ഞാൻ കാണില്ല. ഞാൻ ആ ബിസിനസ് സംബന്ധമായിട്ട് എല്ലാം ഞാൻ എൻ്റെ ഇങ്ങനെ പേഴ്സണൽ അക്കൗണ്ടൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് വിടും ആ റീൽസൊക്കെ. ഒരിക്കലും ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അവൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. മോളെ, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന 10,000-നാണെങ്കിൽ നീ 20,000-നാണ് സ്റ്റാർട്ട് ചെയ്യണത്. എനിക്കറിയില്ല എത്രത്തോളം സക്സസ് ആവുന്നുള്ളത്. ഓക്കെ, പ്ലീസ് ബി സീറ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്യൂച്ചർ പ്രണേഴ്സ് മീറ്റ് ഒരു വലിയ സക്സസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഒരു ഫ്യൂച്ചർ പ്രണർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഒന്ന് പേരൊന്ന് പറഞ്ഞ് ഒന്നും കൂടി പരിചയപ്പെടുത്തി കൊടുക്ക്. എൻ്റെ പേര് ഫാത്തിമ നദ. ഞാൻ ഫസ്റ്റ് ഇയർ BCom ഫിനാൻസ്. ഫാത്തിമ നദ, ഈ ഒരു നെയിം മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലോത്ത് പുതുതായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേര് ഓർമ്മയിലുണ്ടായിരിക്കണം. വെദർ ഇറ്റ് ഈസ് യുവർ ബ്രൈഡൽ സെറിമണി ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി. ഈ ഒരു ഫ്യൂച്ചർ എന്റർപ്രണറെ ഇനി പിന്നെ എൻകറേജ് ചെയ്ത് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ചുമതല ബൈക്കാസിനാണ്. ഓക്കെ, ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കുകയാണ്.
നമ്മൾ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു മേക്കപ്പ് ബൈ റാഹില. നമ്മളൊരു സിറ്റുവേഷൻ കിട്ടുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ വിൻ ആണ്. പലപ്പോഴും നമ്മളൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ പുറകിലേക്കാണ് നോക്കാറുള്ളത്, ആരാണ് ചോദിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ലിസണേഴ്സ് മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് ടോട്ടൽ ടീമിന്റെ ഭാഗമായി എന്നുള്ളത് കൊണ്ടും ഒരു പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ടും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു മേക്കപ്പ് ബൈ റാഹില. പേര്, ക്ലാസ്, കോളേജ് ഒന്ന് പരിചയപ്പെടുത്തും. ഞാൻ വരുന്നത് ജെം കോളേജിൽ നിന്നാണ്, തിരൂര് വുമൺസ് എന്നാണ്. എനിക്കിപ്പം 3 ആളോടും കൂടിയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. ഇപ്പം നിഹാലാക്കാനൊക്കെ എനിക്കൊന്നും കൂടി പേഴ്സണലി അറിയാം, ഞാൻ ഷോപ്പിലേക്കൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ അറിയാം. അതേപോലെ തന്നെ നിങ്ങൾ ഈ സ്റ്റാർട്ടിങ് ഇപ്പം ബ്രൈഡിൽ മേക്കപ്പ് ഒക്കെ ആയാലും കുറച്ച് മുന്നേ ഇപ്പോഴാണ് ഒന്ന് ട്രെൻഡായിട്ട് വരുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് എങ്ങനെയാണ്, ഫാമിലിയും കാര്യങ്ങളൊക്കെ സപ്പോർട്ടായിരുന്നോ? നേരത്തെ ഇവരൊക്കെ പറയാൻ പോലെ എല്ലാവർക്കും ഐഡിയാസ് ഉണ്ടാവും. എല്ലാവരുടെയും പ്രശ്നം ഈ ക്യാപിറ്റൽ തന്നെ ആയിരിക്കും. നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടുക എന്നുള്ളതാണല്ലോ ഫസ്റ്റ്. പക്ഷെ ഇതിൽ രസം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഐഡിയാസ് എല്ലാം ഓക്കെ ആണെങ്കിലും സ്റ്റാർട്ടിങ് ടൈമിൽ ചിലപ്പോൾ ആരും ധൈര്യം കാണിച്ചോളണം എന്നില്ല ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് എന്താ വെച്ചാല് നമ്മളുടെ ഉദ്ദേശം, നമ്മളൊരു നെയ്യത്ത് ഉണ്ടാവൂലേ, നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്നതിലൂടെ നമുക്കൊരു ഇഷ്ടവും നമ്മൾ നന്നായിട്ട് അത് എന്തിനും അതിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാവുകയാണ്. വിത്ത് അതിന്റെ കൂടെ നല്ല രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫണ്ട് വന്നെത്തും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്ന് ഈ നമ്മളെ ഫാത്തിമ നിതയുടെ ഇന്ന് ഇവിടെ സംഭവിച്ചു കേട്ടോ. കാരണം നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ. സോ നമുക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ജ്വല്ലറി വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും നിങ്ങളോട് വർക്ക് ചെയ്യണം എന്ന് പറയാൻ കാരണം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു ഗ്രൗണ്ട് എക്സ്പീരിയൻസ് വേണം. എന്നിട്ട് നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് തുടങ്ങാൻ പാടുള്ളൂ. ഞാൻ എൻ്റെ ജേണി വെച്ചിട്ട് പറയും, എന്താണോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ എക്സ്പീരിയൻസ് ആദ്യം ആവണം. ദെൻ എനിക്ക് ഫണ്ട് എത്തിയത്, ഞാൻ ഇതേപോലെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷോറൂം പ്ലാൻ ചെയ്യുന്നു, എൻ്റെ കയ്യിൽ ഒന്നും എടുക്കാനില്ല, 1 രൂപ പോലും. അതായത് എനിക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ പോലും സേവിങ്സ് ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ദെൻ ഞാൻ നമ്മളെ നോട്ട് നിരോധന സമയത്തൊക്കെയാണ് എൻ്റെ ജോലി റിസൈൻ ചെയ്യുന്നത്. ആ റിസൈൻ ചെയ്ത് ഞാൻ എനിക്കൊരു ഇൻവെസ്റ്ററെ കണ്ടെത്തുന്നു. ആ ഇൻവെസ്റ്റർ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സ്റ്റാഫും അവരുടെ ഒരു കെയർ ഓഫിലുള്ള ഒരാളുമായിരുന്നു, ഒരു കാക്കയായിരുന്നു. അപ്പം അവർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒരുപാട് പ്രതീക്ഷയൊക്കെ നൽകി. ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് കറക്റ്റായിട്ട് പഠിച്ചു. അതിൻ്റെ എത്ര അതിന് ക്യാപിറ്റൽ വേണമെന്നൊക്കെ ഫിക്സ് ചെയ്തു. ദെൻ ഞാനൊരു ബിൽഡിങ്ങിൽ പോയി റൂം നോക്കി. ഈ സ്റ്റോറി ശ്രദ്ധിച്ച് കേൾക്കണേ, 5 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കാം. അതായത് നമ്മളെ ദാറുസലാം മാളുകൾ കണ്ടിട്ടുണ്ടോ? ആ മാള് ഞാൻ അവിടെ പോയി, അതിന്റെ ബിൽഡിംഗ് ഓണർ ഉണ്ട്, ആള് ഒരു വളരെ പ്രായമായിട്ടുള്ള ഒരാളാണ്, താടിയൊക്കെ വെച്ച്, ഞങ്ങൾ സെയ്തുപ്പാന്ന് വിളിക്കും, ഹാജിയരാണ്. ആളെടുത്ത് ഞാൻ പോയിട്ട് എനിക്ക് റൂം വേണമെന്ന് പറഞ്ഞു. റൂം ആള് നൽകണമെങ്കിൽ 20 lakh അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു. ദെൻ എൻ്റെ കയ്യിൽ 20 lakh ഒന്നും ഇല്ല. പക്ഷെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ അഡ്വാൻസ് ഇത്ര എമൗണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആള് പറഞ്ഞു, നീ കൊടുത്തോ മീൻസ് നീ ഒരു 2 ദിവസത്തേക്ക് ഒരു 50,000 റോൾ ചെയ്ത് കൊടുക്ക്, ഞാൻ നിനക്ക് 2 ദിവസം കഴിഞ്ഞാൽ ഫണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, ഉറപ്പല്ലേ നിങ്ങൾ ഫണ്ട് തരില്ലേ എന്ന് ചോദിച്ചു. ഫണ്ട് തരാം, 2 days കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഫണ്ട് തരാം, നീ തൽക്കാലം എവിടുന്നേലൊക്കെ തിരുമുറി ചെയ്ത് ക്യാഷ് കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വേറൊരു സ്നേഹിതന്റെ അടുത്ത് നിന്ന് ഒരു 50,000 രൂപ കടം വാങ്ങി, 2 ദിവസത്തേക്ക് കടം വാങ്ങിയിട്ട് ഞാൻ ഈ ബിൽഡിംഗ് ഓണറുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു, അഡ്വാൻസ് കൊടുത്തു. കറക്റ്റ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫണ്ട് തരാന്ന് പറഞ്ഞ ആളെടുത്ത് വിളിച്ചു. അതേ ഫണ്ട് ഇന്ന് കിട്ടൂലേ, എനിക്ക് മറ്റേ ആൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ഫണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ കാല് മാറി. അയാൾ പറഞ്ഞു, എടാ എനിക്കിപ്പോൾ അത് കഴിയില്ല, കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അയാൾ വല്ല നൈസിൽ ഊരി. സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിൽ ജോലി റിസൈൻ ചെയ്യുകയും ചെയ്തു. ഫണ്ട് 2 ദിവസം കഴിഞ്ഞ് തരാമെന്നും പറഞ്ഞു. ബിൽഡിംഗ് ഓണർ എടുത്ത് 50,000 രൂപ കൊടുക്കാണ്, ബാക്കി 19.5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. 19.5 ലക്ഷം പോയിട്ട് എൻ്റെ അടുത്ത് 10,000 തികച്ചെടുക്കാൻ പോലും അന്നില്ല. എനിക്ക് അറിയുന്ന സുഹൃത്തുക്കളോടൊക്കെ പൈസ ചോദിച്ചു, ഇങ്ങനെ ഞാനൊരു ബിസിനസ്സിന് വേണ്ടി എല്ലാം ഇറങ്ങി നിൽക്കുകയാണ്, എന്തെങ്കിലും തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആർക്കും ധൈര്യമില്ല. കാരണം ഈ പറഞ്ഞ പോലെ വലിയ ഒരു എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല. ആകെ ജ്വല്ലറിയിൽ സെയിൽസിൽ നിന്ന ഒരാൾക്ക് എന്ത് നൽകിയിട്ടാണെന്നുള്ള ഫാമിലിയിൽ നിന്ന് പോലും
എൻ്റെ ഫാമിലിയിൽ നിന്ന് പോലും എവിടെ നിന്നും എനിക്കൊരു രൂപ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നും കൂടി ഇമോഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. നെക്സ്റ്റ് 2 ആഴ്ച കഴിഞ്ഞ് എൻ്റെ എൻഗേജ്മെന്റ് ആണ്. ആ എൻഗേജ്മെന്റ് വരെ മുടങ്ങി. ദെൻ കാരണം ഫിനാൻഷ്യലി ഞാൻ ഒക്കെ കൂടി ഒരു സ്റ്റക്കായെന്ന് കണ്ട സമയത്താണ് ഇതെല്ലാം സംഭവിച്ചത്. അവിടുന്ന് ഞാൻ ഈ 50,000 രൂപ തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബിൽഡിംഗ് ഓണർ അടുത്ത് ചെന്നു. അദ്ദേഹത്തോട് ഞാൻ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്തേ വന്നെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ ക്യാഷ് എനിക്ക് തിരിച്ചു തരണം, എനിക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്തെന്ന് വെച്ചാൽ ഞാൻ പറയാം എനിക്കത് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ആൾ പറ്റിച്ചു, അയാൾ ഫണ്ട് തരുന്നില്ല. അപ്പൊ നീ എന്താ ചെയ്യാൻ പോകുന്നു വെച്ചു. ഞാൻ പറയാം വേറെ എന്തെങ്കിലും ജോലി നോക്കണം. ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആൾ എന്നോട് ചോദിച്ചു നിനക്ക് ബിസിനസ് ചെയ്യണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞു. എന്നാൽ നിനക്കുള്ള ഫണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റർ ആ ബിൽഡിംഗ് ഓണർ ആയിരുന്നു. ആള് ഞാനിപ്പോഴും എൻ്റെ എല്ലാ വേദിയിലും അല്ലെങ്കിൽ എവിടെയും ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ ഞാൻ സ്മരിക്കാറുണ്ട്. ഇന്ന് ആള് ജീവിച്ചിരിപ്പില്ല, ആള് മരണപ്പെട്ടു. ഞാൻ എപ്പോഴും വളരെ കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി ശ്രമം നടത്തുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൂടെ അല്ല നമുക്ക് ഫണ്ട് വന്നെത്തല്. അത് നമ്മൾ ബിലീവ് ചെയ്യണം. നമുക്ക് നല്ല ഉദ്ദേശമാണ്, നല്ല നിയത്താണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ ഫണ്ട് എത്തും. അത് പല രീതിയിൽ കൂടെ ആവും നമുക്ക് എത്തല്. ആ ഫണ്ട് എത്തി. എനിക്ക് ആ സ്റ്റാർട്ടിങ് ഒരു സപ്പോർട്ട് ആളെടുന്ന് കിട്ടി. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എനിക്ക് ഔട്ട്ലെറ്റുകൾ ഒരുപാടായപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഒരു ഷെയർ ഞാൻ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ചെയ്ത് ഞാനൊരു പ്രോഫിറ്റിന് ഒരു ഭാഗം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ക്യാപിറ്റൽ ഒരിക്കലും തടസ്സമല്ല നിങ്ങൾക്ക് ആർക്കും. നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം നിങ്ങളത് പഠിക്കുക. ഒരിക്കലും എടുത്തു ചാടി അതായത് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ ചെയ്യണമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് ഒന്ന് പ്രാക്ടിക്കലി നിങ്ങളത് പഠിക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം. ദെൻ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറായാൽ മതി. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്ക് ഫാൾട്ട് വരുമ്പോൾ നമ്മൾ അതിൽ ഓൾറെഡി വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ ആ ഫാൾട്ട് നികത്താനുള്ള സൊല്യൂഷൻ നമുക്ക് വന്നെത്തും. ഫണ്ട് എന്നുള്ളത് ഒന്ന് നമ്മളൊന്ന് ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് കിട്ടും. ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഇൻവെസ്റ്റ്മെന്റിന് ഒരു ക്യാപിറ്റലിന്റെ നമുക്കൊരു ഷോർട്ടേജ് വരുള്ളൂ. ട്രാക്ക് ആയോ ഫണ്ട് നമുക്ക് ആവശ്യത്തിലധികം വന്നെത്തിക്കൊണ്ടിരിക്കും.